നമസ്കാര സുഹൃത്തുക്കളെ, ഞാൻ സജിത് നമ്പ്യാർ. ജീവിതത്തിലും ബിസിനസ്സിലും മുന്നേറാൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വിഷയം നല്ല നേതാവാകാൻ വേണ്ട 7 ഗുണങ്ങൾ. പലരും കരുതുന്നത് നേതാവ് എന്നത് ഒരു പദവി എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നേതൃത്വം ഒരു പദവിയല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. ഒരു യഥാർത്ഥ നേതാവ് ആളുകളെ നിയന്ത്രിക്കുകയല്ല, അവരെ വളർത്തുകയാണ് ചെയ്യുന്നത്. നേതാവാകുന്നത് എന്തുകൊണ്ട് പ്രധാനമാണ്? ഒരു കുടുംബത്തിനും ഒരു സ്ഥാപനത്തിനും ഒരു ബിസിനസ്സിനും ഒരു നല്ല നേതാവ് ആവശ്യമാണ്. കാരണം ഒരു നേതാവിൻ്റെ ചിന്തയും തീരുമാനങ്ങളുമാണ് ഒരു ടീമിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത്. നല്ല നേതാക്കൾ അനുയായികളെ സൃഷ്ടിക്കില്ല, പുതിയ നേതാക്കളെ സൃഷ്ടിക്കും. വിജയത്തിന്റെ 3 അടിസ്ഥാന തത്വങ്ങൾ. നല്ല നേതൃത്വത്തിന്റെ അടിത്തറ ഈ 3 കാര്യങ്ങളാണ്. 1. മൂല്യം സൃഷ്ടിക്കുക. നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ നല്ല മാറ്റം സൃഷ്ടിക്കൂ. 2. കഴിവ് വളർത്തുക. പഠനം ഒരിക്കലും നിർത്തരുത്. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന നേതാവാണ് മുന്നിൽ നിൽക്കുന്നത്. 3. നെറ്റ്വർക്ക് വികസിപ്പിക്കുക. നല്ല ബന്ധങ്ങളാണ് വലിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നത്. ആളുകളെ സ്നേഹിക്കൂ, വിശ്വാസം നേടൂ, വിജയം നിങ്ങളെ തേടിയെത്തും. നല്ല നേതാവാകാൻ വേണ്ട 7 ഗുണങ്ങൾ. 1. വ്യക്തമായ ലക്ഷ്യം. ഒരു നേതാവിന് എവിടേക്കാണ് പോകേണ്ടതെന്ന് വ്യക്തമായിരിക്കണം. 2. നല്ല ആശയവിനിമയം. വ്യക്തമായി സംസാരിക്കാനും ശ്രദ്ധയോടെ കേൾക്കാനും അറിയണം. 3. മാതൃകയായി പ്രവർത്തിക്കുക. പറയുന്നതിന് മുമ്പ് അത് സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കണം. 4. തീരുമാനമെടുക്കാനുള്ള കഴിവ്. പ്രയാസകരമായ സാഹചര്യങ്ങളിലും ശരിയായ തീരുമാനമെടുക്കാൻ കഴിയണം. 5. ടീമിനെ പ്രോത്സാഹിപ്പിക്കുക. മറ്റുള്ളവരുടെ കഴിവുകൾ കണ്ടെത്തി അവരെ മുന്നോട്ട് കൊണ്ടുവരിക. 6. ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. വിജയം ടീമിനൊപ്പം പങ്കിടുക. പരാജയം വന്നാൽ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുക. 7. വിനയം. എത്ര ഉയർന്ന സ്ഥാനത്തെത്തിയാലും വിനയം കൈവിടരുത്. വിനയമാണ് ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഒരു ഗ്രാമത്തിൽ 2 കർഷകരുണ്ടായിരുന്നു. ഒരാൾ തൻ്റെ തൊഴിലാളികളോട് എപ്പോഴും പറയുമായിരുന്നു, പോയി ജോലി ചെയ്യൂ. മറ്റൊരാൾ പറയുമായിരുന്നു, വരൂ നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാം. കാലം കഴിഞ്ഞപ്പോൾ 2ാമത്തെ കർഷകനോടൊപ്പമാണ് എല്ലാവരും തുടരാൻ ആഗ്രഹിച്ചത്. കാരണം അദ്ദേഹം ഉത്തരവിടുന്ന നേതാവായിരുന്നില്ല, കൂടെ നിന്ന് നയിക്കുന്ന നേതാവായിരുന്നു. ഇന്നത്തെ ചലഞ്ച്. ഇന്ന് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളെ ആത്മാർത്ഥമായി അഭിനന്ദിക്കൂ. അവരുടെ ഒരു നല്ല ഗുണം എടുത്തു പറയൂ. ഒരു നല്ല വാക്ക് പോലും ഒരാളെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവനാക്കും. സുഹൃത്തുക്കളെ, ഒരു നേതാവ് ജനിക്കുന്നതല്ല, വളരുന്നതാണ്. ഓരോ ദിവസവും ചെറിയ നല്ല ശീലങ്ങൾ വളർത്തിയാൽ നിങ്ങളും ഒരു മികച്ച നേതാവാകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ സജിത് നമ്പ്യാർ. അടുത്ത വീഡിയോയിൽ ശീലങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നു എന്ന വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.